ഒരിക്കൽ ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചനം കിട്ടുമെന്നും സ്വർഗീയ മണവാളനാകും യേശുനാഥനോടൊത്ത് സ്വർഗീയ മണവറയിൽ പ്രവേശിക്കുവാൻ സാധിക്കുമെന്നും അവരുടെ പ്രതീക്ഷാപൂർവമായ കാത്തിരിപ്പിന്റെ സമയം ഇതാ സമാഗതമായിരിക്കുന്നു. ഹോളി ഫാമിലി ഹൊങ്കസാന്ദ്ര സോണിൽ നിന്നും നൃത്ത ചുവടുകളുമായി രംഗത്തെത്തുന്നു 10 കന്യകകൾ. ഗുരുചരണം
ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നിത്യജീവിതത്തിന്റെ മണവറയിലേക്കുള്ള ക്ഷണവുമായി എത്തുന്ന മണവാളന്റെ വരവേൽപ്പിനുള്ള ആഹ്ലാദ ആരവങ്ങൾ നമുക്ക് ചുറ്റും ഉയരുന്നത് തീർത്തും അപ്രതീക്ഷിത മുഹൂർത്തങ്ങളിലാകാം. അവിടുത്തെ ആഗമനം നമുക്കൊരു ആഹ്ലാദ വേളയായി മാറണമെങ്കിൽ ജാഗരൂകരായിരിക്കണം. ദൈവസ്നേഹത്തിന്റെ എണ്ണവറ്റി കരിന്തിരികത്തുള്ള ദുരനുഭവം നമുക്കുണ്ടാകാതിരിക്കുവാൻ നമ്മുടെ വിശ്വാസ വിളക്കുകളിൽ ദൈവസ്നേഹമാകുന്ന എണ്ണയുടെ നിറവോടെ നമുക്ക് ഉണർന്നിരിക്കാം. തിരമാലകളലതെല്ലാം ഗലീലിയാക്കടലിൽ കുളിരേയും കാറ്റൂറും ഗലീലിയാക്കടലിൽ. തിരമാലകളലതെല്ലാം ഗലീലിയാക്കടലിൽ കുളിരേയും കാറ്റൂറും ഗലീലിയാക്കടലിൽ. തുഴയാൻ പോരുന്നു പറയൂ സോദരരെ, കേൾക്കാം തിരുമൊഴികൾ വചനം തിരുവചനം. മാനവരക്ഷകനൂഴിയിലേകിയ സുന്ദര നൂതന സുവിശേഷം. തിരമാലകളലതെല്ലാം ഗലീലിയാക്കടലിൽ കുളിരേകും കാറ്റൂറും ഗലീലിയാക്കടലിൽ. തുഴയാൻ പോരുന്നു പറയൂ സോദരരെ. വരണ്ട ഭൂവിൽ വിരിഞ്ഞ പൂവിനു ജീവജലം പകരാൻ മധുമൊഴി തൂകി കടന്നു വന്നു ദൈവത്തിൻ കനയൻ. വരണ്ട ഭൂവിൽ വിരിഞ്ഞ പൂവിനു ജീവജലം പകരാൻ മധുമൊഴി തൂകി കടന്നു വന്നു ദൈവത്തിൻ കനയൻ. പാതകളിൽ മുള്ളുകളാ കെണിയൊരുക്കി വൈരികൾ കെണിയൊരുക്കി വൈരികൾ. ലാസർ മൃതനായി നാലാം നാൾ ജീവൻ നൽകിയ ദൈവപുത്ര, വിളിക്കുന്നു ഞങ്ങൾ തിരുനാമം. അടിയങ്ങളെ നീ കാത്തിടുക. കാനായിലാദ്യത്തെ അത്ഭുതം ചെയ്തെന്നു ഗൃഹനാഥനെ കാത്തു മേരീസുതൻ. തളർവാദ രോഗിക്കു സൗഖ്യമേകി പ്രേതബാധകൾ മോചിച്ചു ദൈവപുത്രൻ. അയ്യായിരന്റെ പഞ്ചത്വം മാറ്റി സംതൃപ്തി നൽകി തിരുനാഥൻ. ഹൃദയത്തിൽ പാകിയ വദനത്തിൻ ഫലമതിലാനന്ദം നേടി പാപികളും. പൈതങ്ങളോടി വന്നു നാഥന്റെ സന്നിധി. തൃക്കരങ്ങൾ മുത്തി നല്ല നൃത്തമാടി ചുറ്റിലും. പൈതങ്ങളോടി വന്നു നാഥന്റെ സന്നിധി. തൃക്കരങ്ങൾ മുത്തി നല്ല നൃത്തമാടി ചുറ്റിലും. സാ സാ സ സരി സരി പമ പാ പാ പ സരി പമ പരി സാ സാ സ സരി സരി പമ പാ
പാപ്പ പരി പമ പമ രീ മപ മപരി മാമ പരി മരി സാരി മമ പാനി നീ സാരി സനി ബസ. തിരമാലകളലതല്ലും ഗലീലിയാക്കടലിൽ കുളിരേകും കാറ്റൂതും ഗലീലിയാക്കടലിൽ തുഴയാൻ പോകുന്നു പറയൂ സോദരരേ. കേൾക്കാം തിരുമൊഴികൾ വചനം തിരുവചനം മാനവരക്ഷകനൊഴിയിലേകിയ സുന്ദര നൂതന സുവിശേഷം. ഏവരെയും സന്തോഷിപ്പിച്ചതിനും ഹൊങ്കസാന്ദ്ര സോണിനോടുള്ള നന്ദി നല്ലൊരു കയ്യൊടി നൽകി അറിയിക്കാം. യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട മാത്യു കോയിക്കരച്ച, യോഗം ഉദ്ഘാടനം ചെയ്ത വനിതാ ഫോറം ദേശീയ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചുപറമ്പിലച്ചൻ, മാതൃവേദി ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോർജ് പെട്ടയിലച്ചൻ, മുൻനിരയിലിരിക്കുന്ന ബഹുമാന്യരായ വൈദികരെ, വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വല്ലപ്പോഴും കിട്ടുന്നതായ ഒരു അവധി ദിവസം വീട്ടിലിരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്നിട്ടും എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിച്ച് രാവിലെ മുതൽ ഇത്രയും നേരം ഇവിടെ വന്നിരിക്കുക മാത്രമല്ല, എല്ലാ പ്രോത്സാഹനവും പരസ്പരം നൽകിക്കൊണ്ടുള്ള ഈ കാത്തിരിപ്പ് ഏറ്റവും അഭിനന്ദനാർഹം തന്നെ. ഈ സമ്മേളനം ഇത്ര മനോഹരമായിട്ട് ഇവിടെ ക്രമീകരിക്കാനായിട്ട് പരിശ്രമിച്ച ഇതിൻ്റെ ഭാരവാഹികളെയും ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഡയറക്ടറേറ്റിനെയും ആനിമേറ്റർ സിസ്റ്റേഴ്സിനെയും ആദ്യമായി തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. ഈ ബാംഗ്ലൂർ റീജിയൻ മാത്രം അമ്മമാർ ഇത്രയും പേരിവിടെ ഒരുമിച്ച് കൂടി, ഇത്രയും പേരുടെ കഴിവുകൾ ഒരുമിച്ച് ചേർന്നാൽ എന്തൊരു സാധ്യതയായിരിക്കും. അപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയിലുള്ള മുഴുവൻ സ്ത്രീകളുടെയും കൂട്ടായ്മയും അവരുടെ കഴിവുകളും കൂടി ഒരുമിച്ച് ചേർന്നാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ തന്നെ വിരാജിക്കാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നാണെങ്കിൽ സ്ത്രീകളുടെ കഴിവുകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന കാലം. സ്ത്രീ ശാക്തീകരണം ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയായിരിക്കുന്നു. എന്നാൽ ഈ ശാക്തീകരണം കൊണ്ട് രാവിലെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും പുരുഷ മേധാവിത്വം ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. സ്ത്രൈണഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീയുടെ തനിമയും മഹത്വവും ആർജിച്ചുകൊണ്ട് തൻ്റെ അനന്ത സാധ്യതകൾ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, ഇടവകയുടെയൊക്കെ നന്മയ്ക്കായി പ്രവർത്തിക്കുമ്പോഴാണ് സ്ത്രീ ശാക്തീകരിക്കപ്പെടുന്നത്. സ്ത്രീ ആയിരിക്കുന്നത് അവളുടെ സ്ത്രൈണഭാവങ്ങൾ നിലനിർത്തി അവൾക്ക് ദൈവം തന്നിരിക്കുന്നതായ കഴിവുകൾ ഏറെ ജാഗ്രതയോടുകൂടി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അവൾ മറ്റുള്ളവർക്ക് ജീവൻ പകരുന്നവളായി മാറുന്നത്. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അവളുടെ ഓരോ വാക്കും പ്രവൃത്തിയും ഒരു നോട്ടം പോലും മറ്റുള്ളവർക്ക് ജീവൻ പകരുന്നതായിരിക്കണം. ഒരു കൊച്ചുകുട്ടി ചെയ്തതുപോലെ അവൻ എല്ലാ ദിവസവും കടൽക്കരയിൽ പോയിരിക്കും. ഇത് ശ്രദ്ധിച്ച ഒരു യുവസന്യാസി ഒരു ദിവസം ഇവനെ ഫോളോ ചെയ്തുകൊണ്ട് കടൽ തീരത്ത് ചെന്നു. നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിസ്മയകരമായിരുന്നു. ഇവൻ ആ കടൽ തീരത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്.
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സന്യാസി ബാലൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. അപ്പോൾ മനസ്സിലായി, തിരമാലകൾക്കൊപ്പം അടിച്ചു കയറുന്ന ചെറിയ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്തവൻ കടലിലേക്ക് തിരിച്ചെറിയുകയാണ്. സന്യാസി കുട്ടിയോട് ചോദിച്ചു, എന്ത് വിഡ്ഢിത്തരമാണ് നീ കാണിക്കുന്നത്? ആരെങ്കിലും പിടിച്ചെടുത്ത മത്സ്യത്തെ പിന്നെ വലിച്ചെറിഞ്ഞ് കളയുമോ? കുട്ടി പറഞ്ഞു, ഞാനതിന് ജീവൻ കൊടുക്കുകയാണ്. ഈ ജീവൻ കൊടുക്കൽ പ്രക്രിയയാണ് ഒരു അമ്മ എന്നുള്ള നിലയിൽ, ഒരു കുടുംബിനി എന്നുള്ള നിലയിൽ നാമും പ്രാവർത്തികമാക്കേണ്ടത്. സ്ത്രീ അബലയാണ് എന്നൊക്കെ പണ്ടൊരു വെപ്പുണ്ടായിരുന്നു. പക്ഷേ സ്ത്രീയുടേതായ കഴിവുകൾ, അവളുടെ അനന്ത സാധ്യതകൾ എത്രമാത്രം വലുതാണെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്ന് കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ, സമൂഹത്തിൽ കുട്ടികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളികളൊക്കെ എത്രമാത്രം വലുതാണ്, ഉത്കണ്ഠാജനകമാണെന്നറിയാം. ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ നാം തയ്യാറാകണം. നമ്മുടേതായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെയും അതിന് നാം പ്രാപ്തരാക്കണം. വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രതികരിക്കുവാൻ, വേണ്ട സമയത്ത് വേണ്ടത് പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാം നഷ്ടധൈര്യരായി തീരും, ചിന്ന ഭിന്നരായി മാറുമെന്നറിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ചെയ്തതെന്താണ്? അമ്മയുടേതായ ആസ്ത്രയണത, അവളുടേതായ ധീരത വേണ്ടതുപോലെ ഉപയോഗിച്ചുകൊണ്ട് ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി അവരെ ഒന്നാക്കി തന്നെ തുടർന്നു കൊണ്ടുപോവുകയാണ് ചെയ്തത്. കുടുംബത്തിലും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വെല്ലുവിളികൾ വരുമ്പോൾ നമ്മുടെ മക്കൾ നഷ്ടധൈര്യരായി പോകുന്ന കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. ഇന്നാണെങ്കിൽ മൂല്യച്യുതിയും ആപേക്ഷിക സിദ്ധാന്തങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കേളി രംഗമായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം തന്നെ. അവിടെ നിരാശയുടെ നീർക്കയത്തിൽ മുങ്ങി താഴുമ്പോഴാണ് അമ്മമാർ തങ്ങളുടെ സ്വതസിദ്ധമായ സ്നേഹവാത്സല്യവും പ്രാർത്ഥനയും നൽകി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ ആ നീർക്കയത്തിൽ നിന്നും കരകയറ്റേണ്ടത്. കുടുംബത്തിൽ, കലാലയത്തിൽ, തൊഴിലിടങ്ങളിൽ, യാത്രാവേളകളിൽ സ്ത്രീ ഇന്ന് പരിഹാസപാത്രമാകുന്ന നിരവധി കാഴ്ചകളും അനുദിനം നാം കാണുന്നുണ്ട്. അതാണല്ലോ ഡൽഹിയിലും ബോംബെയിലുമൊക്കെ അടുത്ത കാലത്ത് രംഗപ്രവേശം ചെയ്ത ഹീനകൃത്യങ്ങൾ. എല്ലായിടത്തും പരിഹാസത്തിൻ്റെയും അപമാനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും നോട്ടവും വാക്കും രൂപഭാവങ്ങളും ഏൽക്കേണ്ടി വരികയാണ് പലപ്പോഴും സ്ത്രീജനത്തിന്. ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള അവസ്ഥാന്തരങ്ങൾക്കിടയിൽ ഏറെ പ്രതീക്ഷയോടുകൂടി നീങ്ങുവാൻ, തന്നോടൊപ്പം തനിക്ക് ശക്തി പകരുവാൻ തൻ്റെ സുഹൃത്തുക്കൾ, സ്ത്രീകൾ കൂടെയുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവൾക്ക് പ്രത്യാശ പകരുക തന്നെ ചെയ്യും. വിക്ടർ ഹ്യൂഗോ പറഞ്ഞ ഒരു വാക്ക് ഓർക്കുകയാണ്, നിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, അവിടെയുള്ള കുട്ടികളെയും മാതാക്കളെയും കണ്ടാൽ മതി. അവരോടുള്ള സമൂഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയാണോ അതാണ് ആ നാടിൻ്റെ തന്നെ സംസ്കാരം. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിലെ സംസ്കാരം എത്രത്തോളം വലുതാണ് എന്നുള്ളതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നാമൊക്കെ നമ്മുടെ കഴിവുകൾ, സ്വതസിദ്ധമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ദാനങ്ങൾ ഏറ്റവും അധികമായിട്ട് സമൂഹത്തിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയൊക്കെ പ്രയോജനപ്പെടുത്തേണ്ട ഒരു അവസരമാണ് ഈ ആധുനിക കാലഘട്ടം തന്നെ. കുടുംബത്തിലാണെങ്കിൽ വിശ്വാസത്തിന് ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിനായിട്ടും തൊഴിലന്വേഷകരായിട്ടും അന്യനാടുകളിൽ ചെല്ലുമ്പോൾ ബാഹ്യമായ പ്രലോഭനങ്ങളിൽപ്പെട്ട്
സമ്പാദിച്ചു കിട്ടിയതായ വിശ്വാസവും പ്രാർത്ഥനയുമൊക്കെ കാറ്റത്ത് പറക്കുന്നതായിട്ടും പലരും പല വിധത്തിലുള്ളതായ ദുർനടപടികൾക്ക് അടിപ്പെട്ടു പോകുന്നതും അതിൻ്റെ ഫലമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതായ ഹീനകൃത്യങ്ങളുമൊക്കെ കണ്ട് നാം വിസ്മയിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായ ഈ ദുരന്തങ്ങൾ പത്രമാസികകളിലൊക്കെ വായിച്ച് നാം ഒന്ന് സഹതപിക്കുക മാത്രമേ ചെയ്യുന്നല്ലോ ഉള്ളൂ എന്ന്. എന്തെന്ന് വെച്ചാൽ നാം ന്യായീകരിക്കുകയാണ്, അത് എൻ്റെ കൊച്ചല്ലല്ലോ, എൻ്റെ മക്കളെ ഞാൻ വേണ്ടതുപോലെ വളർത്തിയിട്ടുണ്ട് എന്ന് നാം ആശ്വസിക്കുമ്പോഴും ഓർക്കണം, നമ്മുടെ കൺമുമ്പിൽ നിന്നും അവർ മാഞ്ഞു പോയി കഴിയുമ്പോൾ, അവർ ദൂരദിക്കിൽ എവിടെയെങ്കിലും ആയിരിക്കുമ്പോഴും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് തന്നെയാണോ അവർ ജീവിക്കുന്നത് എന്നുള്ള കാര്യം. ഈ കോമാളിത്തരങ്ങളെല്ലാം കാണിക്കുന്നവരും നാം പെറ്റ മക്കളല്ലെങ്കിലും ഒരമ്മ പെറ്റ മക്കൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകതയും ശ്രദ്ധിക്കേണ്ട കാര്യവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആശ്വസിച്ചിരിക്കാൻ പറ്റുകയില്ല. സമൂഹത്തിൽ നടക്കുന്നതായ നല്ലതും ചീത്തയുമായ എല്ലാ നടപടികൾക്കും നാം ഓരോരുത്തരും ഉത്തരവാദികളാകേണ്ടതാണ്. ആ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ ദൈവം തന്നിരിക്കുന്നതായ സ്ത്രീ സഹജമായ കഴിവുകളെ നാം ഓരോരുത്തരും ഉപയോഗിക്കേണ്ടതാണ്. സഭയുടെ സമൂഹത്തിൻ്റെ സമ്പത്ത് തന്നെ സ്ത്രീകളാണ്. സ്ത്രീകൾ ദീപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. കുടുംബങ്ങളിൽ വളരുന്ന നമ്മുടെ യുവജനങ്ങളാണ്. ഇവരുടെ എല്ലാവരുടെയും കഴിവുകൾ വ്യക്തിപരമായിട്ടും സംഘടിതമായിട്ടും വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കുടുംബത്തെ, സഭയെ പ്രോജ്വലിപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അങ്ങനെ മാതൃവേദി, വനിതാ ഫോറം എല്ലാം നമ്മുടെ കഴിവുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് സഭയെ കെട്ടിപ്പടുക്കുവാനുള്ള വേദിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, ma'am, for the wonderful message. അടുത്തതായി സെൻറ്റ് സെബാസ്റ്റ്യൻ സോൺ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്. അതിനായി അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ഇസ്രായേലേ സ്തുതിച്ചിടുക.
you. ചെടിയല്ലോ ഞാൻ നിങ്ങളതിൻ ശാഖകളും നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. മുന്തിരിച്ചെടിയല്ലോ ഞാൻ നിങ്ങളതിൻ ശാഖകളും നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. എന്നിൽ നിങ്ങൾ വസിക്കുന്നതില്ല എങ്കിൽ വെട്ടപ്പെട്ട ശാഖ പോലെ നിങ്ങൾ വാടി വരണ്ടു പോകും. എന്നിൽ നിങ്ങൾ വസിക്കുന്നതില്ല എങ്കിൽ വെട്ടപ്പെട്ട ശാഖ പോലെ നിങ്ങൾ വാടി വരണ്ടു പോകും. മുന്തിരിച്ചെടിയല്ലോ ഞാൻ നിങ്ങളതിൻ ശാഖകളും നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. നിങ്ങളെന്നിൽ ജീവിക്കയും എൻ വചനം നിങ്ങൾക്കുള്ളിൽ വാസഗേഹം തേടുകയും ചെയ്യുന്നുവെങ്കിൽ, നിങ്ങളെന്നിൽ ജീവിക്കയും എൻ വചനം നിങ്ങൾക്കുള്ളിൽ വാസഗേഹം തേടുകയും ചെയ്യുന്നുവെങ്കിൽ, മുന്തിരിച്ചെടിയല്ലോ ഞാൻ നിങ്ങളതിൻ ശാഖകളും നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. നിങ്ങൾ നല്ല ഫലം നൽകി എൻ ശിഷ്യരായി തീരും നേരം സ്വർഗനാഥനതിൽ നിത്യമഹത്വം കൊള്ളും. നിങ്ങൾ നല്ല ഫലം നൽകി എൻ ശിഷ്യരായി തീരും നേരം സ്വർഗനാഥനതിൽ നിത്യമഹത്വം കൊള്ളും. മുന്തിരിച്ചെടിയല്ലോ ഞാൻ നിങ്ങളതിൻ ശാഖകളും നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. എന്നുമെന്നും നിങ്ങൾ നിലനിൽക്കണമെന്നാശിക്കുന്നു. സ്വർഗീയമാം ശാന്തി നൽകുമെന്റെ സ്നേഹത്തിൽ. എന്നുമെന്നും നിങ്ങൾ നിലനിൽക്കണമെന്നാശിക്കുന്നു. സ്വർഗീയമാം ശാന്തി നൽകുമെന്റെ സ്നേഹത്തിൽ. മുന്തിരിച്ചെടിയല്ലോ ഞാൻ നിങ്ങളതിൻ ശാഖകളും നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. എൻ പിതാവിൻ കൽപ്പനകൾ കാക്കുന്നതുപോലെ നിങ്ങൾ എന്നും എന്റെ കൽപ്പനകൾ പാലിക്കുന്നെങ്കിൽ, എൻ പിതാവിൻ കൽപ്പനകൾ കാക്കുന്നതുപോലെ നിങ്ങൾ എന്നും എന്റെ കൽപ്പനകൾ പാലിക്കുന്നെങ്കിൽ,
ശാഖകളും നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. Thank you, St. Sebastian's Son. മിസ്സിസ് ലില്ലി റപ്പായിയെ നമ്മോട് 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. വനിതാ ഫോറം നാഷണൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസ് കൊച്ചുപറമ്പിലച്ച, സീറോ മലബാർ മിഷൻ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട മാത്യു കോയിക്കരച്ച, മാതൃവേദി ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസ് പേട്ടയിലച്ച, സെൻറ് തോമസ് ഫൊറാന ഇടവക വികാരിയും സോണൽ ഡയറക്ടറുമായ ബഹുമാന തോമസ് കല്ലുകുളം അച്ച, സീറോ മലബാർ സഭ ആത്മായ സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ സാർ, ബാംഗ്ലൂർ മിഷൻ ലേറ്റി കമ്മീഷൻ സെക്രട്ടറി മിസ്റ്റർ KP ചാക്കപ്പൻ സാർ, മാതൃവേദിയുടെ അസോസിയേറ്റ് ഡയറക്ടറായ ജോർജ് അച്ച, ബഹുമാനപ്പെട്ട ഷിജോ അച്ച, വേദിയിലെ മറ്റു വൈദികരെ, മറ്റു വിശിഷ്ട അതിഥികളായ സീറോ മലബാർ വനിതാ ഫോറം ആനിമേറ്റർ ഡോക്ടർ സിസ്റ്റർ ജോൺസി, വനിതാ ഫോറം പ്രസിഡന്റ് മിസ്സിസ് ഡെൽസി ലൂക്കാച്ചൻ, വനിതാ ഫോറം സെക്രട്ടറി മിസ്സിസ് ലിസി വർഗീസ്, ട്രഷറർ ജിജി ജേക്കബ് കാഞ്ഞിരപ്പള്ളി, വനിതാ ഫോറം കമ്മിറ്റി അംഗം മിസ്സിസ് ലവ്ലി ജോളി, എൻ്റെ ഏറ്റവും സ്നേഹമുള്ള അമ്മമാരെ, സീറോ മലബാർ സഭയിലെ മാതൃവേദിയുടെ വിപുലമായ വളർച്ചയ്ക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേരുപേരായി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഏറെ നാളത്തെ ആഗ്രഹങ്ങളുടെയും പരിശ്രമത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഫലമാണ് സീറോ മലബാർ സഭ മിഷൻ വനിതാ ഫോറം ഇന്ന് ബാംഗ്ലൂരിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി ഏറ്റെടുത്തുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ ഏറ്റവും വലിയ പദമാണ് അമ്മ. കുടുംബത്തിൽ പ്രകാശം മങ്ങലേൽക്കാതെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നാളത്തെ കൂടുതലായി ജ്വലിപ്പിക്കുവാനും കെട്ടുപോകാതെ എണ്ണ പകർന്നുകൊണ്ട് വിളക്കാകുന്ന കുടുംബത്തെ പ്രകാശിപ്പിക്കുവാൻ ഓരോ അമ്മമാർക്കും കഴിയട്ടെ. അതോടൊപ്പം ആ പ്രകാശം കുടുംബത്തിൽ നിന്ന് ഇടവകയാകുന്ന സമൂഹത്തിലേക്ക് പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ മാതൃവേദിയിലെ ഓരോ അമ്മമാരുടെയും കടമകളാണ്. ജീവിതത്തിൽ ഇവയെല്ലാം നിലനിൽക്കണമെങ്കിൽ തമ്പുരാനുമായി ഒരു ആത്മീയ ബന്ധം നമുക്കുണ്ടാകണം. എങ്കിൽ തീർച്ചയായും മാതൃവേദിയിലൂടെ ഉദാര മനസ്സോടെ സമൂഹത്തിലെ സഹോദരങ്ങളിൽ നന്മ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് അമ്മമാരായ നാം ഈ സമയം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ ബാംഗ്ലൂർ സീറോ മലബാർ സഭയിലെ 23 ദേവാലയങ്ങളെ 4 സോണുകളായി തിരിച്ചിരിക്കുന്ന ഈ സ്നേഹ കൂട്ടായ്മയിൽ ഓരോ സോണുകളിലെയും സോണൽ കോർഡിനേറ്റേഴ്സും മറ്റു സഹോദരികളും ചേർന്നുകൊണ്ട് ദേവാലയങ്ങളിലെ കൂട്ടായ്മകൾ ഊർജ്ജസ്വലമാക്കുവാൻ ശ്രമിക്കണം. ഇന്നത്തെ ക്രിസ്തീയ സമൂഹങ്ങളിൽ പല കുടുംബങ്ങളിലും ഇന്ന് അമ്മമാർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വളരെയധികം മാനസികമായി വേദനിച്ച് തളരുന്ന സന്ദർഭങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഈ അവസരത്തിൽ മാതൃവേദിയായ നമ്മളുടെ കൂട്ടായ്മ അവർക്ക് സ്വന്തം സഹോദരങ്ങൾ എന്ന പോലെ തണലേകുവാൻ ഓരോ അമ്മമാരും അക്ഷീണം പ്രവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന വാസ്തവം നാം ഒരിക്കലും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ വിവിധ തരത്തിലുള്ള പ്രവർത്തന മേഖലകളിലൂടെ കടന്നു ചെന്നുകൊണ്ട് സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാനും മറ്റുള്ളവരിലേക്ക് നന്മയുടെ പ്രകാശകിരണങ്ങൾ കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ പരസ്പരം മത്സരിച്ചും തമ്മിലടിച്ചും നശിക്കേണ്ടവരല്ല അമ്മമാർ. മറ്റുള്ളവരുടെ ആട്ടും അവഹേളനവും കേട്ട് തളർന്നു പോകേണ്ടവരല്ല നമ്മുടെ അമ്മമാർ. പിറന്നു വീണ മണ്ണിൽ അമ്മ എന്ന പദവിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നിലുള്ള പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് പന്തയത്തിനായി മുന്നോട്ട് കുടിക്കുന്ന ധീരയോദ്ധാവിനെ പോലെ സത്യസന്ധതയോടെ ആത്മീയ ഉണർവിൻ്റെയും ഐക്യത്തിൻ്റെയും പുത്തൻ തലങ്ങൾ കൈയെത്തിപ്പിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഒരുമയുടെയും ഒത്തുചേരലിൻ്റെയും വലിയൊരു വേദി തമ്പുരാൻ വീണ്ടും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു മിസ്സിസ് ലില്ലി റപ്പായ്. അടുത്തതായി അൽഫോൻസ സോണിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമാണ്. അതിനായി എല്ലാ അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വലിയൊരു സ്നേഹ കൂട്ടായ്മ തലമുറ തലമുറയായെന്നു നന്ദിയോടീശ്വരനെ വാഴ്ത്തിടാം. ഇടവക നമ്മുടെ തറവാ
വലിയൊരു സ്നേഹ കൂട്ടായ്മ തലമുറ തലമുറയായെന്നും നന്ദിയോടീശനെ വാഴ്ത്തിടാം. സ്തുതി പാടാം അജഗണമേ, ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയനുമാ. സ്തുതി പാടാം അജഗണമേ, ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയനുമാ. ഒരു ബലിവേദിയിൽ അനുദിനവും തിരുനിണവും തിരുമേനിയതും ഭക്ഷണമായി തരുമീശുവിൻ നാം ഒരു ജനമാണെന്നോർത്തിടാം. ആദിമ ക്രൈസ്തവ ചൈതന്യം എന്നും നമ്മുടെ ആദർശം. ഉള്ളവരെല്ലാം ഉള്ളതുപോൽ ഇല്ലാത്തോർക്കായി വീതിപ്പൂ, ഇല്ലാത്തോർക്കായി വീതിപ്പൂ. ഇടവക നമ്മുടെ തറവാട്, വലിയൊരു സ്നേഹ കൂട്ടായ്മ തലമുറ തലമുറയായെന്നും നന്ദിയോടീശനെ വാഴ്ത്തിടാം. സ്തുതി പാടാം അജഗണമേ, ഇടവകയൊന്നായി ഇടയനുമായി ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയനുമാ. നമ്മുടെ ചുറ്റും നിവസിക്കും നാനാജാതി മതസ്ഥരും നമ്മുടെ സോദരരായതിനാൽ സ്നേഹത്തിൽ നാം ഒന്നത്രേ. ഒരു ദിനമങ്ങേ സന്നിധിയിൽ സർവരും ഒന്നായി ചേർന്നിടാൻ സകലേശാനും കൃപ തൂകൂ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ, അതിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. ഇടവക നമ്മുടെ തറവാട്, വലിയൊരു സ്നേഹ കൂട്ടായ്മ തലമുറ തലമുറയായെന്നും നന്ദിയോടീശനെ വാഴ്ത്തിടാം. സ്തുതി പാടാം അജഗണമേ, ഇടവകയൊന്നായി ഇടയനുമായി ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയനുമാ. സ്തുതി പാടാം അജഗണമേ, ഇടവകയൊന്നായി ഇടയനുമായി ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയനുമാ. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട തോമസ് കല്ലൂളാച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഹാളിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട അമ്മമാരെ, ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ കർത്താവ് എത്രയും വേഗം ഇങ്ങനെ വായൊന്ന് അടപ്പിക്കണമെന്ന്. പ്രീതികരമായൊരു സമൂഹമായിട്ട് നമ്മുടെ മാതാക്കളെ എല്ലാ കുടുംബങ്ങളിലും വളരുവാനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വന്ന് നിങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും വന്ന മാതാക്കളെ ഇവിടെ പ്രോഗ്രാമുകൾ പങ്കുവെച്ചപ്പോൾ ഈ സമൂഹത്തിൻ്റെ സന്തോഷം ഇരട്ടിച്ചു. ഇതുപോലെ നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും സന്തോഷം ഇരട്ടിക്കുന്നത്, ദുഃഖങ്ങൾ കുറയുന്നതും. അതുകൊണ്ട് ഈ പങ്കുവയ്ക്കൽ മനോഭാവം ശക്തിപ്പെടുത്തുവാൻ നമ്മളുടെ ഈ കൂട്ടായ്മ കൂടുതൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ആശംസയും ഞാൻ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മാർ തോമസ് ലീഹായുടെ ഭാരത പര്യടനത്തെ ആസ്പദമാക്കിയുള്ള മാർഗംകളി പാട്ടുകൾ. വന്ദനഗാനം. മേക്കെണീം താ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തേതൈ പിടുത്തതെണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ വാഴ്ക വാഴ്ക നമ്മുടെ
പരീക്ഷയെല്ലാം ഭൂമിമേൽ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുകമാർത്തോമൻ മലമേൽ നിന്നും വേദ്യനമ്പു ചാർത്തി മാറി എന്ന പോൽ മയിൽ മേലേറി നിന്ന നീല കാണവേണം പന്തലിൽ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തുമാലയും അലങ്കരിച്ച പന്തലിൽ വന്നുദക വേണം മാർത്തോമൻ അലങ്കരിച്ച പന്തലിൽ വന്നിടുന്തരുൾക മാർത്തോമൻ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃതി തത്താതിമൃതത്തെ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലാവക വേണ്ടും പണികൾ ഇന്ത്യേ തത്ത മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യേ തത്ത ഇത്തരമുത്തരമായുള്ള വചനം ഇച്ഛവരും പടികരുതിയുറച്ചു ഇമ്പമൊടരുവികൾ തിരുമനസാലെ ഇയൽ വഴി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ വിധി പോലെ മൃതത്തെ 13-ാം പാദം. മണിക്കല്ലയ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു മറ്റുള്ള നിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു മമോദീസ മുഴുകുന്നവരും നാളിൽ നാളിൽ പെരുകുന്നു മാർഗം നേടാ കവ്യരെല്ലാം കാണ കുറയുന്നു ലോകവീതി നിലേ മാർഗം നേരേറ്റം വളരുന്നു ലൗകികങ്ങൾ നിലേ നീലേ ചൊല്ലിപ്പലരും ചേരുന്നു കണ്ടില്ലെന്നും ചൊല്ലുന്നവരെ കണ്ടാലധികം ചേരുന്നു കണ്ടു ചൊല്ലാൻ ഇഷ്ടമാരോടൊക്കെ ചേരുന്നു അക്കാലത്തിൽ മാതോമാനും ദൈവകൃത്യാലൊരു കാവിൽ ആ വഴിക്കു പോവാനായി ചെന്നു കണ്ടവരൊരു നേരം കണ്ണീമാരി തൈലൊക്കെ കൂടിച്ചേർന്നവരൊരു പോലെ കരിരുളി ലയ പഞ്ച മഞ്ചും തെളിവായി ചൊല്ലുന്നു കുമ്പിട്ടു നീ കളിയാരെ കുപ്പിക്കൈകളടി വീണാൽ കുട്ടി
കൂട്ടിത്തരാം പായസവും പിന്നും കൊണ്ടു വഴി പോകാം. എന്ന നേരം അധോമാനം കോപിച്ചവരോട് ചൊല്ലുന്നു, എന്ന നേരം അധോമാനം ചൊല്ലി മനസ്സിലെന്ന്. എന്നതിനെ കുമ്പിടുകിൽ തീവിടയും കാവെല്ലാം, കുമ്പിടുകയില്ല ഞാനും കാളിയാരെ ഒരു നാളും. ദിനമേറി ഉള്ളവരോ തീയോടേറ്റം തീണ്ടാതെ സിമ കൂടാ ഒരു കൂട്ട ഒത്തു കേട്ടു കോപിച്ചു. കൊണ്ടുനിന്ന മുച്ചക്കോലും വാങ്ങി നിന്നങ്ങുമ്പോൾ ഭൂമിമാരം തേടിയോരെ കാണാറായി മുമ്പാകെ. വളരെ പ്രശംസനീയമായ വിധത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട മാത്യു കോയിക്കരച്ച, വനിതാ ഫോറം നാഷണൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ, വനിതാ ഫോറം പ്രസിഡൻറ്റ് മിസ്സസ് ഡെൽസി, മറ്റു ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, വാത്സല്യനിധികളായ അമ്മമാരെ, ഈ പൂക്കളുടെ ഈ നഗരമായ ബാംഗ്ലൂരിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യം ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട്, പല മീറ്റിങ്ങുകൾ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ എൻ്റെ ഹൃദയത്തിൽ പച്ചപിടിച്ച് കിടക്കുവാൻ പോകുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുകയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നടന്ന പ്രസംഗങ്ങളിലൂടെയും ക്ലാസ്സുകളിലൂടെയും അതുപോലെ തന്നെ വളരെ മനോഹരമായി ഇവിടെ നടത്തിയ ഈ വിവിധ സോണുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ കലാപരിപാടികളിലൂടെയും ഒക്കെ നമുക്ക് ലഭിച്ച ആശയങ്ങൾ വളരെ പ്രത്യേകമായി വനിതാ ഫോറത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും നിങ്ങളുടെ മനസ്സിൽ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഈ സമ്മേളനം ഏറെ സഹായകമായി എന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങളും സമ്മതിക്കും. പ്രധാനമായി ഓരോ അമ്മമാർക്കും ഉള്ളതുപോലെയുള്ള ഒരു സ്വപ്നം നമ്മുടെ അമ്മയായ കത്തോലിക്ക സഭയ്ക്ക് അമ്മമാരെക്കുറിച്ച് വളരെ പ്രത്യേകമായി ഉണ്ട്. അതായത് സഭയിൽ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സ്ത്രീജനങ്ങളായ വനിതകളായ സഹോദരിമാരായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം. സ്ത്രീയിൽ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഒരു വലിയ ശക്തി സ്നേഹമാണ്, വാത്സല്യമാണ്, ത്യാഗമാണ്, ശുശ്രൂഷയാണ്. എല്ലാറ്റിലും ഉപരിയായി നമ്മുടെ അമ്മ പരിശുദ്ധ മാതാവിനെ പോലെ വിനയം നിറഞ്ഞ, ദൈവതിരുമനസ്സിന് കീഴ്വഴങ്ങുന്ന, സഭയോട് ഒത്തു ചിന്തിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, സഭയുടെ ഹൃദയമായി തീരുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കുക. സഭയ്ക്ക് വളരെയധികം പ്രതീക്ഷയാണ് സ്ത്രീജനങ്ങളായ നമ്മളിൽ നിന്നുള്ളത്. സഭയോട് ഒത്തു ചിന്തിക്കുവാനും സഭയെ വളർത്തുവാനും നമുക്ക് സാധിക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചയുണ്ടാവുമ്പോൾ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, ധാർമ്മികമായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള ആ തളർച്ച ഉണ്ടാവുമ്പോൾ ഒരു നല്ല കുടുംബിനി, ഒരു നല്ല അമ്മ ആ ദീപം കെടാതെ അത് ഉത്തരോത്തരം ശോഭയോടെ കത്തി നിൽക്കുവാൻ ആ അമ്മയാണ് മുമ്പോട്ട് വരുന്നത്. പലപ്പോഴും പുരുഷന്മാർ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോൾ ധീര വനിതകളായ നമ്മളാണ് മുമ്പോട്ട് വരുന്നത്. കാരണം
അതിനുള്ള വലുതായിട്ടുള്ള ആ ശക്തി, അവർണ്ണനീയമായ ആ ശക്തി നമുക്കാണ് ദൈവം തന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക, സഭയോടൊത്ത് സഭയുടെ മക്കളെ വളർത്തുക, സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രധാനവുമായ കർത്തവ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരിക്കലും മറക്കാതെ അതിന് നമ്മുടെ സർവ്വ കഴിവുകളും നിങ്ങളിവിടെ സ്റ്റേജിൽ കണ്ടു, എത്രയധികം പാടാനും പ്രവർത്തിക്കാനും ആക്ട് ചെയ്യുവാനും എല്ലാത്തിനുള്ള കഴിവ് നമുക്കുണ്ട്. അത് ഇന്ന് ഒരു തരത്തിലും നമുക്ക് പുരുഷന്മാരുടെ പുറകിൽ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവർ അത് ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ നമുക്ക് ഒത്തൊരുമിച്ച് വനിതകളായി നമുക്ക് സഭയുടെ വാത്സല്യഭാജനങ്ങളായ നമുക്ക് കൈകോർത്തുകൊണ്ട് ഈ ലോകമെമ്പാടുമുള്ള സീറോ മലബാർ വനിതകൾ മുമ്പോട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും ഒക്കെ സാധിച്ചതിൽ ഒരു വലിയ ദൈവകൃപയായി ഞാൻ കരുതുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ഈ ഭാരവാഹികളും ഒക്കെ എന്തുമാത്രം പ്രയത്നം ചെയ്തിട്ടാണ് ഇവിടെ ഇതുപോലെ ഈ വളരെ പെർഫെക്റ്റായിട്ട് വളരെ മനോഹരമായി ഞങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്ന ഇവിടെ വന്നതുകൊണ്ട് വളരെ ഒരു നഷ്ടമായി പോയല്ലോ എന്നുള്ള ചിന്തയില്ലാതെ, മറിച്ച് ഞങ്ങൾ തിരികെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ, നിങ്ങളെപ്പറ്റി ഒത്തിരി പ്രശംസിക്കത്തക്കായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതിനെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്കറിയാം നമ്മുടെ എല്ലാ ശുശ്രൂഷകളും, ഓരോ ചെറിയ ശുശ്രൂഷയും നിത്യജീവൻ നമുക്ക് ലഭിക്കേണ്ടതിനും അത് സമർത്ഥമായി നമുക്ക് ലഭിക്കേണ്ടതിനും വേണ്ടിയാണ്. അതായിരിക്കണം നമ്മളുടെ എല്ലാ ശുശ്രൂഷകളുടെയും, കുടുംബത്തിലായിക്കൊള്ളട്ടെ, ഓഫീസിലായിക്കൊള്ളട്ടെ, സഭയുടെ ഇതുപോലെയുള്ള ശുശ്രൂഷകളായിക്കൊള്ളട്ടെ, അതിൻ്റെ എല്ലാം ഉദ്ദേശം ആ യേശുവാകുന്ന ആ തായ്തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുക. നമുക്കങ്ങനെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വനിതകളായിത്തീരാം. സഭയ്ക്ക് എപ്പോഴും താങ്ങും തണലും ശക്തിയും ഊർജവും ഒക്കെ കൊടുക്കുന്ന, എപ്പോഴും തിളങ്ങി പ്രകാശിക്കുന്ന ഒരു മുഖം, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, നിഷ്കളങ്കതയുടെ, വിനയത്തിൻ്റെ, അതുപോലെ തന്നെയുള്ള ത്യാഗത്തിൻ്റെ, ഇതിൻ്റെയൊക്കെ ഒരു മുഖം, എല്ലാറ്റിനുപരിയായി മാതൃസഹജമായ ആ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഒരു മുഖം കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ അമ്മയായ പരിശുദ്ധ കത്തോലിക്ക സഭയെ നമുക്ക് സഹായിക്കണം. അങ്ങനെ നമ്മെ കണ്ട് ധാരാളം പേർ ഈശോയെ അറിയുന്നതിനും ഈശോയിലേക്ക് ആനയിക്കപ്പെടുന്നതിനും നമ്മുടെ ഈ എളിയ ശുശ്രൂഷ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വനിതാ ഫോറത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസംഗത്തിനായി ബാംഗ്ലൂർ ലേറ്റിക് കോർഡിനേറ്റർ മിസ്റ്റർ KP ചാക്കപ്പനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെരി ഗുഡ് ഈവനിങ്. സമയം ഒത്തിരി വൈകിയിരിക്കുന്ന ഈ വേളയിൽ പ്രിയ ബഹുമാനപ്പെട്ട കോയിക്കര അച്ഛ കോർഡിനേറ്റർ, പ്രിയ ജോസഫ് അച്ഛൻ ദേശീയ ഭാരവാഹികളെ, പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛ ബാംഗ്ലൂരിലെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളെ, സോണൽ കമ്മിറ്റി ഭാരവാഹികളെ, ഇടവക ഭാരവാഹികളെ, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഇത്രയും സമയം കാത്തിരുന്ന് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇതിൽ പങ്കെടുത്തതിന് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പെട്ടെന്ന് ചിന്തിക്കുകയായിരുന്നു, ജൂലൈ മാസത്തിൽ ഇവിടെ നടന്ന ഏഞ്ചൽസ് മീറ്റ്, അന്ന് ഇവിടെ 12 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമായിരുന്നു. ഈ ഹോള് നിറയെ ഉണ്ടായിരുന്നു, വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ യുവതീ-യുവാക്കളുടെ സിറോ മലബാർ യൂത്തിൻ്റെ ഇതുപോലൊരു കൺവെൻഷൻ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം മേക്കപ്പ് ഇട്ടാൽ സൗന്ദര്യം കൂടുമെന്നറിയാം, പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രായം കുറച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 4 സോണുകളിലുള്ളവരും നിങ്ങൾ മത്സരിച്ച് ഈ രീതിയിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ വീഡിയോയിൽ പകർത്തി. ഇതിൽ 30 വയസ്സിൽ പ്രായമുള്ള ആരും തന്നെ വന്നിട്ടില്ല. ഞങ്ങൾ അതിനെപ്പറ്റി അച്ഛനുമായിട്ട് സംസാരിക്കുകയായിരുന്നു.
നിങ്ങളുടെ ഈ പ്രായം കുറയുവാനായിട്ട് ഇന്ന് നിങ്ങളുടെ മെറൂൺ ബ്ലൗസ് ആണ് നിങ്ങളുടെ യൂണിഫോം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലില്ലി റപ്പായും ആൻസിമിറ്റും പറഞ്ഞത്. പക്ഷേ ചിലർ മറ്റു പച്ചയോ അല്ലെങ്കിൽ മഞ്ഞയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ മുഖത്തിൻ്റെ കാന്തി ഒരേ യൂണിഫോം ആയിരിക്കുന്നു, പ്രകാശിക്കുന്ന മുഖം. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെയും നിങ്ങളുടെ മക്കളെയും അവിടെ വിട്ടിട്ട് രാവിലെ മുതൽ ഇതുപോലെ ഊർജ്ജസ്വലമായിട്ട് ഇരിക്കുന്നെങ്കിൽ നിങ്ങളിതിൽ പങ്കുകൊണ്ടു, ആത്മാർത്ഥമായി നിങ്ങൾ ആസ്വദിച്ചു, സഭാ ശുശ്രൂഷയിൽ നിങ്ങൾ മുൻപന്തിയിലുണ്ടെന്നുള്ളതിന് തെളിവാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, നിങ്ങളോട് ഇത്ര അക്ഷമരായി ഈ സമയം വരെ രാവിലെ മുതൽ ആ കാഴ്ചവെപ്പ് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇരിക്കുവാൻ അനുവദിച്ച നിങ്ങളുടെ ഭർത്താക്കന്മാരെയും നിങ്ങളുടെ കുട്ടികളെയും ഞാനൊരു സമ്മാനം തരികയാണ്. എൻ്റെയും കൊയ്ക്കരേശിൻ്റെയും ജോർജസിൻ്റെയും ഈ ഭാരവാഹികളുടെയും നന്ദി അഭിനന്ദനവും അവർക്ക് നൽകണം. അതോടൊപ്പം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു വലിയ ദിവസമായിരുന്നു ഇന്ന്. ഇടവകകളിൽ നിങ്ങൾ ശക്തരാണ്. വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിങ്ങൾ സെറ്റ് സാരി ഉടുത്തുകൊണ്ട് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പൂക്കളം ഓണത്തിന് ഇട്ടതുകൊണ്ടോ അല്ല, നിങ്ങളാണ് കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികളെയും അതുപോലെ തന്നെ ആദ്യം മുട്ടുകുത്തി നീക്കുന്ന പിതൃവേദിയിലുള്ള നിങ്ങളുടെ ഭർത്താക്കന്മാരെയും ഒരുപോലെ ദൈവജനത്തെ അൾത്താരയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇടവകകളിൽ കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നിങ്ങളെ സോണൽ ലെവലിൽ ആയിക്കഴിഞ്ഞപ്പം മറ്റൊരു ശക്തിയായി നിങ്ങളൊരു അണക്കെട്ടായി മാറി. ഇന്നിതാ 30 വർഷം പിന്നിടുന്ന സീറോ മലബാർ മിഷൻ ബാംഗ്ലൂരിലെ സീറോ മലബാർ സഭയുടെ കേരളത്തിലെ 13 രൂപതകളിലും അതുപോലെ തന്നെ വെളിയിലുള്ള ഇന്ത്യയിലെ 17 രൂപതകളിലും 16 രൂപതയും ചിക്കാഗോയിലുള്ള ഒരു രൂപതയും കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ സീറോ മലബാർ സഭയിലെ ഇതുപോലെ ഒരു മാതൃവേദി വേറെ ഒരിടത്തുമില്ല. ഇതാണ് ആദ്യമായിട്ട് എന്ന് അഡ്വക്കേറ്റ് PC സെബാസ്റ്റ്യൻ പറയുകയായിരുന്നു. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഭർത്താവിനെ പരിചരിച്ചും മക്കളെ ശുശ്രൂഷിച്ചും ക്ഷമയുടെ നെല്ലിപ്പല കണ്ട നിങ്ങളെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മധുരിക്കുന്ന നെല്ലിക്കയാണ്. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓർത്തോർത്ത് നിങ്ങളെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഇത്ര ശക്തമായിട്ട് ഒരു സാന്നിധ്യം ഈ സ്റ്റേജിൽ അരങ്ങേറി, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ കേന്ദ്ര കമ്മിറ്റി, സോണൽ കമ്മിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ ഇടവകയിലെ പ്രസിഡന്റുമാരെ, ഇപ്പോഴത്തെ ഭാരവാഹികൾ, എത്ര അഭിനന്ദിച്ചാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 4 സോണുകൾ വ്യത്യസ്തമായിട്ട് പല ഇടവുകൾ ചേർത്ത് ഒരുക്കി ഈ പരിപാടിയിൽ ഒരാവർത്തനവും ഇല്ലായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, വണ്ടർഫുൾ കോർഡിനേഷൻ ആൻഡ് ദ പ്ലാനിങ്. ആൻഡ് പെടലച്ച ഇത് വളരെ അസൂയാവർഹമായ ഒരു കീഴ്വഴക്കമായിട്ട് ഞാനിതിനെ അംഗീകരിക്കുകയാണ്. യാതൊരുവിധ ആവർത്തനവും ഇല്ലാതെ 4 വ്യത്യസ്തങ്ങളായ സോണുകൾ നിങ്ങൾ ഇതുപോലെ ഈ വേദിയെ ധന്യമാക്കി. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 2 വീട്ടമ്മമാരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ. അവരുടെ 2 കുട്ടികൾ, 12 വയസ്സുള്ള 2 കുട്ടികൾ വളരെ നല്ല കൂട്ടുകാരായിരുന്നു. നമ്മുടെയൊക്കെ പള്ളിപ്പെരുന്നാളുകളില്ലേ, അപ്പോൾ അതിലൊരു കുട്ടിയുടെ വീട്ടിൽ ഇടവകയിലെ പള്ളിപ്പെരുന്നാളിനെ മറ്റവനെ ക്ഷണിച്ചു. അങ്ങനെ പെരുന്നാൾ ദിവസം വന്നു. ആ കുട്ടിയെ തനിച്ച് വേണ്ട വിധത്തിൽ അമ്മ പറഞ്ഞു വിട്ടു, 100 രൂപയും കൊടുത്തു. ഇവിടെ വന്നപ്പോൾ മറ്റേ കുട്ടി അമ്മയോടുകൂടെ പള്ളിയിൽ വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ, എനിക്ക് 100 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. മറ്റവൻ പറഞ്ഞു, എനിക്ക് 10 രൂപയേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഇച്ചിരി വിഷമമുണ്ടായി. അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ, പെരുന്നാളിന് ഐസ്ക്രീമും അതും ഇതും ഒരു 10 മിനിറ്റ് കൊണ്ട് അവൻ്റെ 100 രൂപ തീർത്തു. അത് കഴിഞ്ഞു 11 12 ഊണിൻ്റെ സമയമായപ്പം അവൻ പറഞ്ഞു, നീ വാടാ, നീ പൈസയിൽ നിന്ന് മേടിക്കും, നീ ഇങ്ങോട്ട് വാ. അല്ല, നിൻ്റെ 10 രൂപയല്ലേ ഉള്ളൂ, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും പ്രവൃത്തിയിലെടുക്കാനും, ഇതിൽ ഏത് കുട്ടിയുടെ അമ്മയാണ്
യോഗ്യയായ മാതൃക അമ്മ. നിങ്ങളിൽ ഓരോരുത്തരും ഇതിലേറെ അമ്മയാണ്. ചിന്തിക്കുക. ഒരിക്കൽ കൂടി പേട്ടലച്ചനെയും ടീമിനെയും നിങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ദേശീയ ഭാരവാഹികൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നു, ഇവിടെ വരുത്തുന്നതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അഡ്വക്കേറ്റ് സമാഷിനെയും ജോസഫച്ചനെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sir, for the motivating words. നന്ദി പ്രകാശനത്തിനായി മാതൃവേദിയുടെ അസോസിയേറ്റ് ഡയറക്ടറായ ലവ്ലി ജോളിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സീറോ മലബാർ മിഷൻ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപ്രധാനമായ ഒരു സംഭവത്തിനാണ് നാം ഇന്ന് തുടക്കം കുറിച്ചത്. 30-ാം വർഷത്തിലേക്ക് കടക്കുന്ന പേൾ ജൂബിലി ആഘോഷവേളയിൽ ബാംഗ്ലൂരിലെ എല്ലാ ഇടവകയിലെയും മാതൃവേദി സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് രൂപം കൊടുത്ത ബാംഗ്ലൂർ സീറോ മലബാർ മാതൃവേദി ഉദ്ഘാടനത്തിനായി സംബന്ധിക്കാനെത്തിയ അതുപോലെ വളരെ പ്രായോഗികമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി ഗ്ലോബൽ ഡയറക്ടറായ ജോസഫ് കൊച്ചുപറമ്പിൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിലും ബാംഗ്ലൂർ മാതൃവേദിയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. സീറോ മലബാർ ലൈറ്റി കമ്മീഷൻ സെക്രട്ടറിയായി സുപ്രധാന സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് രാവിലത്തെ ക്ലാസ്സുകളിൽ കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെക്കുറിച്ച് നമ്മെ പ്രബുദ്ധരാക്കിയ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ സാറിന് ബാംഗ്ലൂർ മാതൃവേദിയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സീറോ മലബാർ ദേശീയ പ്രസിഡന്റ് ഡെൽസി ലൂക്കാച്ചൻ, ആനിമേറ്ററായ സിസ്റ്റർ ജോൺസി, ട്രഷറർ സെക്രട്ടറിയായ ലിസി വർഗീസ്, ട്രഷററായ ജിജി ജേക്കബ് എന്നിവരുടെ ത്യാഗോജ്വലമായ പ്രോത്സാഹനത്തിനും ഈ ചരിത്ര സംഭവത്തിൽ പങ്കെടുക്കുന്നതിന് അവർ കാണിച്ച പ്രത്യേക താല്പര്യത്തിനും അവർ നൽകിയ സന്ദേശത്തിനും ഓരോരുത്തരെയും വ്യക്തിപരമായി ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട കോർഡിനേറ്ററായ മാത്യു കോയിക്കേര അച്ഛനാണ്. അച്ഛൻ നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും നേതൃത്വത്തിനും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ മാതൃവേദിയുടെ ഡയറക്ടർ ജോർജ് പേട്ടിൽ അച്ഛനും ജോയി അറക്കൽ അച്ഛനും സിജോ അച്ഛനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ ഇത്ര ഭംഗിയായി അരങ്ങേറുന്നതിനും ഇതിൻ്റെ വിവിധ ആലോചന കമ്മിറ്റി നടത്തുന്നതിനും അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് തന്ന സെയിൻറ്റ് തോമസ് വികാരി, സെയിൻറ്റ് തോമസ് സോണൽ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട തോമസ് കല്ലുകുളം അച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ബാംഗ്ലൂരിലെ അൽമായ കോർഡിനേറ്ററായ ചാക്കപ്പൻ ചേട്ടനും പ്രസിഡൻ്റായ ലിലി റപ്പായി, സെക്രട്ടറി ആൻസി ആൽബ്രട്ട്, വൈസ് പ്രസിഡന്റ് പ്രിൻസി, ജോയിൻറ്റ് സെക്രട്ടറി മഞ്ജു, ട്രഷറർ അനു ജോർജ് തുടങ്ങിയവർക്കും സോണൽ കോർഡിനേറ്റേഴ്സ്, അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഓരോ ഇടവകയിലെ പ്രസിഡന്റുമാർക്കും ഭാരവാഹികൾക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ കുർബാന ഇത്ര ഭംഗിയായി നടത്തുന്നതിനും കീബോർഡ് വായിക്കുവാൻ നമ്മെ സഹായിച്ച സന്തോഷിന് മാതൃവേദിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ അരങ്ങേറിയ കലാപരിപാടികൾക്കും നേതൃത്വം കൊടുക്കുകയും അത് വേണ്ട വിധം എല്ലാം ഭംഗിയാക്കുകയും ചെയ്ത 4 സോണൽ ഭാരവാഹികളെയും പ്രത്യേകം നന്ദി പറയുവാനും അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇന്ന് ചരിത്ര സംഭവത്തിൽ ഇത്ര വലിയ പങ്കാളിത്തത്തിന് കാരണക്കാരായ എല്ലാ ഇടവക വികാരിമാരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ദിവ്യകാരുണ്യ കേന്ദ്രങ്ങളുടെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സിനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ സഹപ്രവർത്തകരായ ലൈറ്റി കോർഡിനേറ്റേഷൻ കമ്മിറ്റിയെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മാതൃവേദിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്സസ് ലവ്ലി ജോളി. അടുത്തത് വനിതാ ഫോറം ആന്തമാണ്. ലവണമാകുവാൻ ലോകത്തിൻ
സ്ത്രീത്വത്തിൻ ദൈവം വിളിച്ചു നമ്മെ സ്ത്രീത്വത്തിൻ മഹത്വം ഘോഷിക്കാൻ ഭൂമി ലവണമാകുവാൻ ലോകത്തിൻ വെളിച്ചമാകുവാൻ ദൈവം വിളിച്ചു നമ്മെ സ്ത്രീത്വത്തിൻ മഹത്വം ഘോഷിക്കാൻ. മണിമകുടം ഭൂമിതൻ ലവണമാകുവാൻ ലോകത്തിൻ വെളിച്ചമാകുവാൻ ദൈവം വിളിച്ചു നമ്മെ സ്ത്രീത്വത്തിൻ മഹത്വം ഘോഷിക്കാൻ. വിശുദ്ധ ജല ഭൂമിതൻ ലവണമാകുവാൻ ലോകത്തിൻ വെളിച്ചമാകുവാൻ ദൈവം വിളിച്ചു നമ്മെ സ്ത്രീത്വത്തിൻ മഹത്വം ഘോഷിക്കാൻ ഭൂമിതൻ ലവണമാകുവാൻ ലോകത്തിൻ വെളിച്ചമാകുവാൻ ദൈവം വിളിച്ചു നമ്മെ സ്ത്രീത്വത്തിൻ മഹത്വം ഘോഷിക്കാൻ. താങ്ക് യു. നമ്മുടെ കാര്യപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു വൺ ആൻഡ് ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.